നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ ഗാന്ധി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള വാർത്താ വിശകലനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മാത്യു കുഴൽനാടൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. അടൂർ പ്രകാശിനും ചില സാമൂഹിക സാഹചര്യങ്ങളുടെയൊക്കെ പേരിൽ സാധ്യതയുണ്ട്. പക്ഷേ ഈ പേരുകളെക്കാളൊക്കെയേറെ, കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യുന്ന പേരുകളെക്കാളൊക്കെയേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണ കോൺഗ്രസ് അണികൾ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്ന രീതിയിൽ സാമൂഹിക മാധ്യമ വിശകലനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പദവികളിലേക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പദവികളിലേക്ക് കടന്നു വരുവാൻ ഇനിയും കാലതാമസം എടുക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന വിശകലനമാണ് ഇതോടനുബന്ധിച്ചൊക്കെയും പുറത്തു വരുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും, KPCCയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും വൈസ് പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഒക്കെ മന്ത്രിമാരായിട്ടുണ്ട് നിലവിലുള്ളതിൽ. അതിൽ തന്നെ ഒഴിവുവരുന്ന സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിഗണിച്ചേക്കണം എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ ധാരാളമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോഴും അഭികാമ്യനാണ് എന്ന ഒരു പ്രത്യേകത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്നുപോയ ഒരാൾ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി തന്നെ ചില പോസ്റ്റുകളും ഒക്കെ നിറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ പാർട്ടി വരാനുള്ള കരുതലുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ നിറയുകയാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ KPCCയുടെ ആക്കിയില്ലെങ്കിൽ പോലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒക്കെ പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും VD സതീശനൊക്കെ അദ്ദേഹം തന്നെ ഇപ്പോൾ താൻ ധൃതിയിലെടുത്ത ഒരു തീരുമാനം എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ വിവക്ഷിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. മിക്കപ്പോഴും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹൃദയവേദനയോടുകൂടിയാണ്, ചങ്കുപൊട്ടുന്ന വേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീരുമാനങ്ങൾ എടുത്തത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല KC വേണുഗോപാലിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പടപൊരുതിയ ആളാണ് എന്ന ഒരു നിഗമനം തന്നെയാണ് KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണല്ലോ പാതിരാത്രിയിൽ പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസ്ഥാനത്തെ മുഖ്യ നേതാക്കന്മാരും ഒപ്പം അണികളും ഒന്നിച്ചു നിൽക്കും എന്ന വിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ. ഇനി നിർണ്ണയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അതേ പേരുകാരനായ രാഹുലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരണമോ അതോ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് അദ്ദേഹം ലയിച്ചു പോകണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് എന്ന ചർച്ചയിലാണ്. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉരുത്തിരിയുമ്പോൾ അടിസ്ഥാനപരമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് അണികൾ. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാളുടെ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ അണികൾ. സംഘടനാ സംവിധാനം തീർത്തും ദുർബലമായിരുന്നു തിരുവനന്തപുരം ജില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ UDF നേടിയെങ്കിൽ പോലും അത് ഒരിക്കലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ബലം കൊണ്ടായിരുന്നില്ല. പാറശാലയിലേക്ക് ബൈജുവിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, അതുപോലെ വാമനപുരത്ത് സുധീർ ഷായെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, ചിറയൻകീഴ് വരികയാണെങ്കിൽ രമ്യ ഹരിദാസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, ഇവരുടെയൊക്കെയും ഒരു വ്യക്തിഗത മികവിലും പിന്നെ സംസ്ഥാനത്താകമാനം വീശിയടിച്ച UDF കൊടുങ്കാറ്റിലും LDFൻ്റെ 5 വർഷത്തെ ഭരണത്തിനെതിരെയായുള്ള ഒരു വിലയിരുത്തലിൻ്റെയും ഫലമായിട്ടാണ് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസ്സിന് സാമാന്യം ഭേദപ്പെട്ട, അതായത് 7 സീറ്റ്, ആകെ 14 സീറ്റിൽ 7 സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞത്. 2 സീറ്റ് BJP നേടിയിട്ടുണ്ട്. ബാക്കി ഉള്ള സീറ്റുകളാണ് LDFന് നിലനിർത്തുവാൻ കഴിഞ്ഞത്. അതായത് സാമാന്യം ഭേദപ്പെട്ട പ്രകടനം. മറ്റു ജില്ലകളെ ഒക്കെ അവലംബമായി നോക്കുകയാണെങ്കിൽ CPMനെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂർ ജില്ല. കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യവും CPMൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മികവും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തനായ ഒരു DCC പ്രസിഡന്റ് ഉണ്ടായേക്കാം എന്ന നിഗമനം വരുന്നുണ്ട്. അതൊരു പക്ഷേ ശബരിനാഥിലേക്ക് എത്തപ്പെടാം എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. കാരണം ശബരിനാഥ് അദ്ദേഹം ഇപ്പോൾ പദവികളൊന്നും വഹിക്കുന്നില്ല. നിയമത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വെറും ഒരു കോർപ്പറേഷൻ കൗൺസിലറായി ശബരിനാഥിനെ ഒതുക്കുവാൻ പറ്റില്ല. കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളാണ്, നിയമസഭയിൽ നേരത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിനാഥിനെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളും
ഉണ്ടാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പ്രദേശങ്ങളൊക്കെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പഴയ തട്ടകങ്ങളായിരുന്നു. അവിടെ ഇപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ആറ്റിങ്ങൽ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ അവിടെ 2-ാം സ്ഥാനത്ത് BJP ആണ്. മുനിസിപ്പാലിറ്റിയിലാകട്ടെ BJPയുമായിട്ട് വളരെ വലിയ സീറ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ BJP ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ തട്ടകങ്ങൾ തിരികെ പിടിക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാകണം എന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ശബരിനാഥിനെ തിരുവനന്തപുരം ജില്ലയിൽ പരിഗണിച്ചേക്കാം എന്ന വിശകലനം വരികയാണ്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരിലാണ് ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിറകെ പോയ 5 സീറ്റുകൾ മാത്രം ലഭിച്ച് പിറകെ പോയ ഒരു ജില്ല എന്ന പ്രത്യേകതയുമുണ്ട്. അവിടെ ഒരുപക്ഷെ അനിൽ അക്കരെ പോലെ കുറച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു DCC പ്രസിഡന്റ് ഉണ്ടായേക്കാം എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പഴയ തട്ടകമാണ് തൃശ്ശൂർ. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, കരുണാകരൻ്റെ ശക്തി കേന്ദ്രം. കരുണാകരൻ മത്സരിച്ച മാള പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന ജില്ല. പക്ഷേ കഴിഞ്ഞ കുറേ ഇലക്ഷനുകളായി തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ 1 സീറ്റ് കൊണ്ട് കോൺഗ്രസിന് ഒതുങ്ങേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ മന്ത്രി ജനീഷ് കുമാറിന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ അവിടെ പ്രകടനം ജില്ലയിലെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റേത് ഭേദമായിരുന്നില്ല എന്ന് പറയാം. കാരണം അവിടെ LDFനാണ് സീറ്റ് കൂടുതൽ എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതായത് ജില്ലകൾ അടിസ്ഥാനമാക്കി പുതിയ അധ്യക്ഷന്മാരുണ്ടാകുമ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധിക്കും എന്ന വിശകലനങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ യുവാക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും എന്ന വിശകലനങ്ങൾ പുറത്തുവരുന്നു. ഷാപ്പി പറമ്പിലാണോ, മാത്യു കുഴൽനാടനാണോ, കൊടിക്കുന്നിൽ സുരേഷാണോ KPCC പ്രസിഡന്റ് എന്നതിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷേ പിന്നോക്ക സമുദായ അംഗങ്ങളെ പരിഗണിക്കുന്ന പക്ഷം KPCCക്ക് ഇതുവരെ അങ്ങനെ ഒരു അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് ആ ഞറുക്ക് വീഴും എന്ന ഒരു നിഗമനമാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, നിലവിലുള്ള അധ്യക്ഷൻ സണ്ണി ജോസഫ് ക്രൈസ്തവ സമുദായ അംഗമായിരുന്നു. ക്രൈസ്തവ സമുദായത്തിലുള്ള ഒരാളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ എന്തായാലും അത് മാത്യു കുഴൽനാടനിലേക്ക് എത്തും എന്ന വിശകലനങ്ങളും പുറത്തു വരികയാണ്. ബെന്നി ബെഹന്നാനും അവകാശവാദവുമായി മുന്നിലുണ്ട്. അടൂർ പ്രകാശ് സംബന്ധിച്ച് അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കണ്ണിങ്ങായിട്ട് പാർട്ടി മിഷനറി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ കോലാഹലങ്ങളൊന്നുമില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് പാർട്ടി അടിത്തട്ടിൽ ബൂത്ത് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോയി പാർട്ടിയെ ഏത് ഇടത് കോട്ടയും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടിയെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളാണ് എന്നൊരു സവിശേഷത അടൂർ പ്രകാശ് നിലനിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പുതിയ അധ്യക്ഷൻ ആരായിരിക്കണമെന്നതിനെക്കുറിച്ച് ധർമ്മസങ്കടത്തിലാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്നെ സംബന്ധിച്ച് അടൂർ പ്രകാശ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു KPCC പ്രസിഡന്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ആറ്റിങ്ങൽ ഒരു വോട്ടർ എന്ന നിലയിൽ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും പുതിയ അധ്യക്ഷൻ വരുന്നതോടെ കോൺഗ്രസിന് ക്രിയാത്മകമായി സംസ്ഥാനത്ത് പ്രവർത്തന മികവുണ്ടാവും എന്ന് വിലയിരുത്തപ്പെടുകയാണ്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.